ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് വീടിനകത്ത് ഭയങ്കര വഴക്കാണ് കേട്ടോ. ഏകദേശം 1 മണിക്കൂറൊക്കെ നീണ്ടു നിന്ന വഴക്കാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ജാസ്മിൻ ഫുഡ് കഴിച്ചിട്ടില്ല. ജാസ്മിന് വേണ്ടിയിട്ടുള്ള ഫുഡ് അപ്സരയും ഗബ്രിയും കൂടെ എടുത്ത് മാറ്റി വെക്കുന്നു. ആ സമയത്ത് ജാസ്മിൻ സിബിൻ്റെ അടുത്ത് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇവർ പോയി പറയുന്നുണ്ട്, അവരോട് ജാസ്മിൻ പറയുന്നത് എനിക്ക് ഫുഡ് വേണ്ടാന്ന്. പക്ഷേ എന്നിട്ടും ജാസ്മിൻ്റെ ഫുഡ് ഇവർ മാറ്റി വയ്ക്കുകയാണ്. പുറത്താണ് ആ ഫുഡ് ഇരിക്കുന്നത്. ഇന്ന് രാവിലെ വരെ അത് അവിടെ തന്നെ ഇരുന്നു. ആ ഫുഡ് കേടായിപ്പോയി. ഒരുപാട് ഫുഡ് ഐറ്റംസ് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് പാഴാക്കിയത് ഇന്ന് കിച്ചണിൽ നമ്മുടെ പവർ ടീമിലെ മെമ്പറായിട്ടുള്ള നമ്മുടെ ജാൻമണിയും ക്യാപ്റ്റനായിട്ടുള്ള ജിൻഡോയും ചോദ്യം ചെയ്യുന്നു. ആ പേരും പറഞ്ഞ് തുടങ്ങിയ വഴക്കാണ്. അപ്പോൾ ആദ്യം ഒരു വശത്ത് ജാസ്മിനോടാണ് ക്യാപ്റ്റൻ ചോദിച്ച് തുടങ്ങുന്നതെങ്കിലും അതിലേക്ക് പിന്നീട് റസ്മിനും അപ്സരയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഗബ്രിയും ഒക്കെ ഇടപെടുകയും ആ ഒരു പേരും പറഞ്ഞ് വഴക്ക് ഇങ്ങനെ മൂത്ത് 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 ആളി കത്തുകയുമായിരുന്നു. സിബിനും ജാസ്മിനും തമ്മിൽ വഴക്കാവുന്നു. അതുപോലെ തന്നെ ശരണ്യ ഇടപെടുന്നു, ശ്രീകുമാർ ഇടപെടുന്നു. അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് ബിഗ് ബോസ് വീട് മാറിയിട്ടുണ്ട്. ഒരു വലിയ ഗ്രൂപ്പും ചെറിയ ഗ്രൂപ്പും. വലിയ ഗ്രൂപ്പിൻ്റെ നേതൃത്വം തീർച്ചയായിട്ടും സിബിനാണ്. ചെറിയ ഗ്രൂപ്പിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രിയാണ്. അവർക്കൊപ്പം അപ്സരയും അതുപോലെ റസ്മിനുമാണ് പ്രത്യക്ഷത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പേരും പറഞ്ഞത് വലിയ വഴക്കുണ്ടായിരുന്നു. അതായത് ഇന്നലെ രാത്രി തന്നെ സിബിൻ പറഞ്ഞു, ജോലി എടുക്കാതെ തിന്നുന്നെങ്കിൽ തിന്നോ എന്നുള്ള രീതിയിൽ ജാസ്മിനോട് പറഞ്ഞു. അതായത് ജാസ്മിൻ ഇന്നലെ ഡ്യൂട്ടി ചെയ്തിട്ടില്ല, ഇന്ന് രാവിലെയും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് അവരവിടെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ബിഗ് ബോസ് വീടിനകത്ത് നമ്മൾ ഡ്യൂട്ടി ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും ഡ്യൂട്ടി ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് റൈറ്റ്സ് എല്ലാം കിട്ടുകയുള്ളൂ. ഭക്ഷണം ഉൾപ്പെടെ എല്ലാം അവിടെ റേഷനാണ്. ഇതൊരു അതിജീവനം കൂടിയാണ്. പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സാധാരണ ആരെയും പ്രൊവോക്ക് ചെയ്യാറില്ല പൊതുവേ. അതൊരു നല്ല രീതിയായിട്ട് കാണുന്നുമില്ല. എന്നാലും ജാസ്മിൻ എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ഡ്യൂട്ടി ചെയ്യണം. അതിൽ നിന്ന് മാറി നിൽക്കരുത്. അത് ചെയ്യാതെ അവർ മാറി നിൽക്കുന്നത് വലിയ നിയമലംഘനമാണ്. അതവർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് അവരെ ഭക്ഷണത്തിൻ്റെ പേരിൽ പ്രൊവോക്ക് ചെയ്യാം. ഈവൻ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല, ഇത് ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ അതെടുത്ത് കഴിച്ചില്ല, ഇതെടുത്ത് കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. കാരണം ഇത് എല്ലാവരും തുല്യരാണെന്ന് പറയുമ്പോൾ ജോലിയിലും എല്ലാവരും തുല്യരായിരിക്കണം. ഒരാൾ എനിക്ക് അത് കിട്ടിയാലേ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. ജാസ്മിൻ മാറി നിൽക്കുന്നത് ആ ജിൻഡോയുടെ കേസ് പരിഗണിക്കാത്തതുകൊണ്ടാണ്. അപ്പം അതൊരു ശരിയായ കീഴ്വഴക്കമല്ല എന്നുള്ളത് വേറെ കാര്യം. ജാസ്മിനെ പ്രതിഷേധിക്കുമ്പോൾ തന്നെ അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് പ്രതിഷേധിക്കാം. എന്നാൽ ഒരുപക്ഷെ അവരെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഡ്യൂട്ടി ചെയ്യാതെയാണ് പ്രതിഷേധിക്കുന്നത്. അപ്പോൾ ഡ്യൂട്ടി ചെയ്യാതെയുള്ള പ്രതിഷേധങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ജാസ്മിൻ ഭക്ഷണം കഴിക്കാതെ നടക്കുകയാണ്. അപ്പോൾ അതിന് പറയുന്ന റീസൺ ഇതാണ്, എന്നോട് കഴിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ജാസ്മിനും ഗബ്രിയും ഗെയിം ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും ചേർന്ന് തങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.